Hi friends, it's me Priya Hariprasad once again. Welcome back. Welcome to the world of economics. Happy to see you again. ഇന്ന് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് IMF ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും അതിന്റെ ഫങ്ഷൻസുമാണ്. ഓക്കെ, അപ്പം ഇതും ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. കൂടാതെ ഇത് ഡിഗ്രി ലെവൽ സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും. അപ്പം മാക്സിമം ട്രൈ ടു വാച്ച് ഇറ്റ്, try to share with your friends, maximum try to support my channel and subscribe my channel. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, then come let's learn together. Let's begin the class. നമുക്ക് നോക്കാം എന്താണ് IMF, അതേപോലെ തന്നെ അത് ഫോം ചെയ്തത് എപ്പോഴാണ്, ഓക്കെ, അത് എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് അല്ലെ ഫോം ആയത്, അതേപോലെ തന്നെ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് ടോപ്പിക്, ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെയായിരിക്കും ഇത്. അപ്പൊ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കി തന്നെ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് എളുപ്പം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കോളൂ. അപ്പൊ നമുക്കറിയാം IMF എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണത് അല്ലെ, ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ, ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് IMF എന്ന് പറയുന്നത്. ഈ IMF ഫോം ചെയ്യാൻ, അതായത് ഈ ഫണ്ട്, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ഈ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ കാരണമായ ഒരു കോൺഫറൻസ് ഉണ്ട്, ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ്. ഓക്കെ, ഏതാണ് ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റ് അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് 1944 ജൂലൈ 22 ഓക്കെ, 1944 ജൂലൈ 22 USA-ലാണ് കേട്ടോ ഈ പ്ലേസ്. അപ്പോൾ അവിടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫറൻസ് ആണ് എന്ത് ഫോം ചെയ്യാനായിട്ട് കാരണം, IMF ഫോം ചെയ്യാനായിട്ട് കാരണം ആയിട്ടുള്ള കോൺഫറൻസ്. മനസ്സിലായോ? Then IMF ഫോം ആയത് എപ്പോഴാണ്, എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ, 1945 ഡിസംബർ 27. 1945 ഡിസംബർ 27, 1945 ഡിസംബർ 27 ഏത് ഫോം ആയത്, ഏത് എസ്റ്റാബ്ലിഷ് ആയത്, IMF. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, IMF ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്നാണ് പുതിയ അതിന്റെ കംപ്ലീറ്റ് നെയിം. ഓക്കെ, ദെൻ അത് ഫോം ചെയ്യാൻ, അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു കോൺഫറൻസ് ഉണ്ട്. എന്താണത്, ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ്. USA ഒരു പ്ലേസ് ആണത് ബ്രെട്ടൺ വുഡ്. ഓക്കെ, ദെൻ ഏത് ഇയറിലായിരുന്നു ആ കോൺഫറൻസ്, 1944 ജൂലൈ 22. ഓക്കെ, ദെൻ അതിനുശേഷമാണ് IMF ഫോം ആയത്. അതാണ് കാരണം, അതിലാണ് ഡിസൈഡ് ആയത് എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലേ. എന്നിട്ട് എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ആയത്, IMF എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1945 ഡിസംബർ 27. 1945 ഡിസംബർ 27 ഫോം ആയത്. ആ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 45 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, 45 മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്, മെമ്പർ കൺട്രീസ് ആണ്. ഓക്കെ, ഓരോ കൺട്രീസുമാണ് ഇതിനകത്ത് മെമ്പേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കുറെ മെമ്പർ കൺട്രീസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത് IMF. അപ്പം ആ സ്റ്റാർട്ടിങ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് 45 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. റൈറ്റ് നൗ IMF-ന് എത്ര മെമ്പേഴ്സ് ഉണ്ട്, 190 മെമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് നൗ എത്ര മെമ്പേഴ്സ് ഉണ്ട്, 190 മെമ്പേഴ്സ് ആണ് ആർക്കുള്ളത്, IMF-ന് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? ഇനി അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, വാഷിംഗ്ടൺ DC അല്ലെ, USA നമുക്കറിയാം അല്ലെ, USA ക്യാപിറ്റൽ ആണ് വാഷിംഗ്ടൺ. ആ വാഷിംഗ്ടൺ DC-യിലാണ് എന്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, IMF-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാഷിംഗ്ടൺ DC. ഇനി അതേപോലെ തന്നെ ഇതിന്റെ പാരന്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് UN ആണ്, യുണൈറ്റഡ് നേഷൻസ് ആണ് പാരന്റ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പം IMF-ന്റെ പാരന്റ് ഓർഗനൈസേഷൻ ഏതാണ്, യുണൈറ്റഡ് നേഷൻസ്. ഓക്കെ, അപ്പൊ 1945 ഡിസംബർ 27 ഒരു 45 മെമ്പർ കൺട്രീസുമായിട്ട് എമർജ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറയുന്നത് IMF എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം റൈറ്റ് നൗ 190 മെമ്പേഴ്സ് ഉണ്ട്. വാഷിംഗ്ടൺ DC ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. പാരന്റ് ഓർഗൻ എന്ന് പറയുന്നത് ഏതാണ്, UN ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി റൈറ്റ് നൗ മാനേജിംഗ് ഡയറക്ടർ ആരാണ്, IMF-ന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്. ഓക്കെ, അപ്പം ഇപ്പോൾ ഏതാണ് നമ്മുടെ 2020 ഇതിപ്പം നവംബർ ആവുന്നേ ഉള്ളൂ അല്ലെ, 2020 നവംബർ. ഈ സമയത്തില് ഉള്ള മെമ്പർ ആരാണ്, ക്രിസ്റ്റലീന ജോർജീവയാണ്. അപ്പം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം, എപ്പോഴാണോ വീഡിയോ കാണുന്നത് അത് നോക്കിയിട്ട്. ഇപ്പൊ 2020 ഒക്ടോബർ ലാസ്റ്റ് ആണ്, ആ സമയം വരെയും അവർ തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ക്രിസ്റ്റലീന ജോർജീവ എന്ന് പറയുന്ന ഒരു ബൾഗേറിയൻ എക്കണോമിസ്റ്റ് ആണ്.
എന്തെന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ ഓഫ് IMF. അപ്പം ഏത് സമയത്ത് വീഡിയോ കാണുന്നോ അതനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ഓക്കെ അപ്പൊ ക്രിസ്റ്റലീന ജോർജീവിയാണ് IMF-ന്റെ എന്തെന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ, ഒരു ബൾഗേറിയൻ എക്കണോമിസ്റ്റ് ആണ് അവർ കേട്ടോ. ഓക്കെ അപ്പം ഇനി അതേപോലെ തന്നെ ചീഫ് എക്കണോമിക് അഡ്വൈസർ അല്ലെങ്കിൽ എക്കണോമിക് കൗൺസിലർ ആയിട്ട് അപ്പോയിന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്കത് എടുത്ത് പറയേണ്ട കാര്യമാണ്, ഗീതാ ഗോപിനാഥ്. ഓക്കെ അപ്പൊ അവരൊരു ഇന്ത്യൻ അമേരിക്കൻ ഒറിജിൻ ആണ്. ഓക്കെ അപ്പം അവര് ഇന്ത്യൻ അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ ഇന്ത്യൻ ഒറിജിൻ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഗീതാ ഗോപിനാഥ് അവരാണ് ഇപ്പോഴത്തെ ആരെന്ന് പറയുന്ന IMF-ന്റെ എക്കണോമിക് കൗൺസിലർ അല്ലെങ്കിൽ ചീഫ് എക്കണോമിക് അഡ്വൈസർ എന്ന് പറയുന്നത് ഗീതാ ഗോപിനാഥ് റൈറ്റ് നൗ. ഓക്കെ അതും 2020 ഇപ്പം ഒക്ടോബർ ലാസ്റ്റ് ആയി. അപ്പൊ ആ സമയം വരെയും അത് കഴിയുമ്പോൾ എന്താന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ റൈറ്റ് ഇനിയിപ്പോ കുറച്ച് മാസങ്ങളിലേക്ക് കുറച്ച് വർഷങ്ങളിലേക്ക് ഇത് മാറാനുള്ള സാധ്യതയില്ല എങ്കിലും ഓക്കെ അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനാണ് എമർജ് ചെയ്തത്? അപ്പം കുറെ മെമ്പർ കൺട്രീസ് ഉണ്ട്. അപ്പൊ ആ മെമ്പർ കൺട്രീസിന്റെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇല്ലാതെയാക്കാനും അങ്ങനെ കുറെ ലക്ഷ്യങ്ങൾ ഉണ്ടാവല്ലോ. അപ്പം ഈ IMF എമർജ് ചെയ്ത് വരാനുള്ള കുറെ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തിനൊക്കെ വേണ്ടിയാണ് IMF എമർജ് ചെയ്ത് വന്നത്, ഇനി അതാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ എന്തിനൊക്കെ അപ്പൊ നമുക്കറിയാം ബ്രെട്ടൺ വുഡ്സ് എഗ്രിമെന്റിൽ ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസിൽ തീരുമാനിച്ചു IMF എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന്. ഓക്കെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് ഫോം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയിട്ടാണത് നോക്കിക്കോളൂ. മോണിറ്ററി കോപ്പറേഷൻ, അതായത് ഈ രാജ്യങ്ങൾ തമ്മിൽ മെമ്പർ കൺട്രീസ് തമ്മിലുള്ള എന്തുണ്ടാക്കാൻ, ഒരു മോണിറ്ററി കോഓപ്പറേഷൻ പണപരമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാക്കാൻ രാജ്യങ്ങൾ തമ്മിൽ. ഓക്കെ അതായിരുന്നു ലക്ഷ്യം. അത് ഫോം ചെയ്തതിന്റെ ലക്ഷ്യമാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പം രാജ്യങ്ങൾ തമ്മിൽ എന്തുണ്ടാക്കാൻ, ഒരു മോണിറ്ററി കോഓപ്പറേഷൻ പണപരമായിട്ടുള്ള ഒരു സഹകരണം ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെ, എന്ത് നമ്മൾ നേടിയെടുക്കണം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നമുക്കറിയാം ഈ ഫിനാൻസിന്റെ കാര്യത്തിൽ ഒരിക്കലും സ്റ്റേബിൾ അല്ല അല്ലെ. ചില സമയത്ത് നമ്മൾ ഓരോ കൺട്രീസും ഹൈ ലെവലിലോട്ട് പോകും, ചിലപ്പം തീരെ താഴോട്ട് വരും. അപ്പം അത് സെക്യൂർ ചെയ്യാൻ ഈ മെമ്പർ കൺട്രീസിലെല്ലാം തന്നെ എന്ത് സെക്യൂർ ചെയ്യാൻ, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റ് ഇന്റർനാഷണൽ ട്രേഡ്, എന്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, എന്തിനെ ഒരു ഉണർത്താൻ അല്ലെ, എന്തിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് ഇന്റർനാഷണൽ ട്രേഡ്, രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ് ആണല്ലോ ഇന്റർനാഷണൽ ട്രേഡ് അല്ലെ, ട്രേഡ് ബിറ്റ്വീൻ കൺട്രീസ്. അപ്പം അതിനെ ഒന്ന് ത്വരിതപ്പെടുത്താൻ, അതിനെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ, നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനും അതിനും കൂടിയിട്ടാണ് ഇത് എമർജ് ചെയ്തു വന്നത്. ദെൻ ഹൈ എംപ്ലോയ്മെന്റ് ആൻഡ് സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, ഹൈ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, രാജ്യങ്ങളിലൊട്ടാകെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്ത് അറ്റൈൻ ചെയ്യണം, സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത്, സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ് അല്ലെ. സസ്റ്റൈനബിൾ സ്ഥിരമായിരിക്കണം അല്ലെ, വെറുതെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഇങ്ങനെ പോകും വരും അങ്ങനെ ആവരുത്. സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കാനും. ഓക്കെ അതേപോലെ തന്നെ റിഡക്ഷൻ ഓഫ് പോവേർട്ടി, ഈ മെമ്പർ കൺട്രീസിലെ എന്തില്ലാതെയാക്കണം, പോവേർട്ടി ദാരിദ്ര്യം ഇല്ലാതെയാക്കണം. ഓക്കെ അതേപോലെ തന്നെ ടു സോൾവ് ദ പ്രോബ്ലംസ് ഇൻ BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ്സിലുള്ള പ്രോബ്ലംസ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് അറിയാമല്ലോ, അത് വേണമെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് ഞാൻ എടുത്തു തരാം. അത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതാ ബാലൻസ് ഓഫ് പേയ്മെന്റ്സിൽ ഡെഫിസിറ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ചിലർക്ക് ഡെഫിസിറ്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ അത് സോൾവ് ചെയ്യാൻ. മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇതെല്ലാം സോൾവ് ചെയ്യാനും ഇത്രയും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് IMF എമർജ് ചെയ്തത്. ഓക്കെ അപ്പൊ എന്തൊക്കെയാ നോക്കിക്കോളൂ. എന്താണ്, ഇൻ ഓർഡർ ടു ക്രിയേറ്റ് മോണിറ്ററി കോപ്പറേഷൻ അമംഗ് ദ മെമ്പർ കൺട്രീസ് അല്ലെ, മെമ്പർ കൺട്രീസിനിടയിൽ ഒരു മോണിറ്ററി കോപ്പറേഷൻ ഉണ്ടാക്കാൻ. ദെൻ സെക്യൂർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, facilitate international trade, high employment and sustainable economic growth, reduction of poverty, and finally to solve the problems in BOP. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ ഉണ്ടാവും കേട്ടോ വായിച്ചു നോക്കുമ്പോൾ. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട എത്രയും എഴുതിയാൽ ഒരു കുഴപ്പമില്ല, നല്ലൊരു ഇതായി കേട്ടോ, നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയി. ഓക്കെ അപ്പൊ നോക്കിക്കോളൂ. അപ്പൊ അത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഇതിലോട്ട് പോവാം, IMF-ന്റെ ഫംഗ്ഷനിലോട്ട് പോവാം. ഇപ്പൊ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ ഈ ഫുൾ ഇൻട്രൊഡക്ഷൻ എഴുതുക, നിങ്ങൾ പിന്നെ ഒരു മോണിറ്ററി ഒരു എന്താ പറയാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹയസ്റ്റ്, അങ്ങനെ കുറച്ചൊക്കെ നിങ്ങളും എഴുതണം കേട്ടോ. ഓക്കെ അപ്പം ഇനി നമുക്ക് ഡയറക്റ്റ് എന്തിലോട്ട് പോകാം, ഫംഗ്ഷൻസ്. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു, നമ്മൾ അതിന്റെ ലക്ഷ്യങ്ങൾ, അത് എമർജ് ചെയ്യാനുള്ള കാരണങ്ങൾ എഴുതി, അത് കഴിയുമ്പോൾ ഫംഗ്ഷൻസ് എഴുതാം. ഓക്കെ അപ്പൊ ഫംഗ്ഷൻസ് മെയിൻലി 3 ഫംഗ്ഷൻസ് ആണ്. അത് കഴിയുമ്പോൾ പിന്നെ അഡീഷണൽ ആയിട്ട് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ മെയിൻലി ആ 3 ഫംഗ്ഷൻസ് ആദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. അത് കഴിയുമ്പോൾ പിന്നെ കുറെ അഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ പെർഫോം ചെയ്യുന്നത്. ഓക്കെ അപ്പൊ മെയിൻ ആയിട്ട് 3 ഫംഗ്ഷൻസ്. സർവൈലൻസ്, ഓക്കെ സർവൈലൻസ് എന്താണെന്ന് നോക്കാം.
അതായത് ക്ലോസ്ലി മോണിറ്റേഴ്സ് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ്സ് ആൻഡ് ഹോൾഡ്സ് എ പോളിസി ഡയലോഗ്. അതായത് ഈ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എപ്പോഴും ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നു, അതായത് വാച്ച് ചെയ്യുന്നു. അതായത് എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ്സ്, ഈ മെമ്പർ കൺട്രീസിന്റെ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ്സ് ക്ലോസ്ലി വാച്ച് ചെയ്യുകയും ആൻഡ് ഹോൾഡ്സ് എ പോളിസി ഡയലോഗ്. എവറി ഇയർ ഒരു പോളിസി ഡയലോഗ് ഉണ്ടാവും. ഇങ്ങനെ ഡയലോഗ് എന്ന് വെച്ചാൽ ഒരു ചർച്ച അല്ലെ, സംസാരം ഉണ്ടാവും അതിനെക്കുറിച്ച്. എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കുകയും ഓരോ കൺട്രിയിൽ ഏതൊക്കെ കൺട്രീസിലാണ് എക്കണോമിക് ഡെവലപ്മെന്റ് കുറവ്, അങ്ങനെ ഒരു പോളിസി ഡയലോഗ്സ്. അതേപോലെ എക്കണോമിക് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള പോളിസി ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കുകയും ഇതെല്ലാമാണ് ആര് ചെയ്യുന്നത്? IMF ചെയ്യുന്നത്. അപ്പൊ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നു ഓരോ കൺട്രിയുടെയും എക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു പോളിസി ഡയലോഗും എപ്പോഴും അവർ തമ്മിൽ ഉണ്ടാവും, ആ കൺട്രീസ് തമ്മിൽ ഉണ്ടാവും. ഓക്കെ, അതിനാവശ്യമായിട്ടുള്ള പോളിസി ഫോർമുലേറ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നു? IMF സഹായിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും? ഇത് പബ്ലിഷ് ചെയ്തു. എങ്ങനെയൊക്കെയാണ്? അതായത് ഓരോ കൺട്രിയിലെയും എക്കണോമിക് ഡെവലപ്മെന്റ്സിനെ കുറിച്ചും അതിന്റെ എല്ലാ നല്ല നീക്കങ്ങളെ കുറിച്ചും എല്ലാം പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഒരു സെമി ആനുവൽ പബ്ലിക്കേഷൻസ് ആയിട്ട് അവർക്ക് 2 പബ്ലിക്കേഷൻസ് ഉണ്ട് IMF-ന്. അത് ഏതൊക്കെയാന്ന് നോക്കിക്കോളൂ. വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്. എന്താണ് വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്? അതേപോലെ തന്നെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട്, അങ്ങനെ ഒരു സെമി ആനുവൽ ഇതായിട്ട് റിപ്പോർട്ട് അവർ എപ്പോഴും പബ്ലിഷ് ചെയ്യും. എന്തിനെ കുറിച്ച്? അതായത് എല്ലാ കൺട്രീസിലെയും ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ്സും അത് വാച്ച് ചെയ്തുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പോളിസീസും അല്ലെ എല്ലാ കാര്യങ്ങളും പറയുകയും ഒക്കെ ചെയ്യും. ഓക്കെ, അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ എക്കണോമിക് ഔട്ട്ലുക്ക്, വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്, അതേപോലെ ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പബ്ലിക്കേഷൻസ് ഇങ്ങനെ സെമി ആനുവൽ ആയിട്ട് ഇങ്ങനെ പബ്ലിക്കേഷൻസ് വരുത്തും. അപ്പൊ നമുക്ക് അവെയർ ആണ്, നമുക്ക് മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അതിനകത്ത് അതേപോലെ അതിനാവശ്യമായിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റ് അതിനാവശ്യമായിട്ടുള്ള പോളിസീസും കുറെ കാര്യങ്ങളും ഉണ്ടാവും. മനസ്സിലായോ? അതാണ് ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരുടെ? IMF-ന്റെ. അപ്പൊ ക്ലോസ്ലി എക്കണോമിക് ഡെവലപ്മെന്റ് വാച്ച് ചെയ്യുക, കൺട്രീസിന്റെ അതിനുള്ള പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ ഡയലോഗ്സ് ഉണ്ടാവും അല്ലെ, ഫോർമുലേറ്റ് ചെയ്യുക, പോളിസീസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുക, ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുക. അതുപോലെ പബ്ലിക്കേഷൻസിലൂടെ വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക്, ഗ്ലോബൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് തുടങ്ങി അതിനകത്തൂടെ പബ്ലിഷ് ചെയ്യുക. അതായത് ഓരോ രാജ്യത്തിന്റെ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ചും അവരെങ്ങനെയാണ് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അതിനകത്ത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ്. സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ആസ് എ ബാങ്കർ, ഒരു ബാങ്കറിനെ പോലെ നല്ല ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈ മെമ്പർ കൺട്രീസിന് ആര് പ്രൊവൈഡ് ചെയ്യുന്നു? IMF. അപ്പം IMF പ്രൊവൈഡ്സ് എന്താണ്? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ദ മെമ്പർ കൺട്രീസ്. ഓക്കെ, വെനെവർ റിക്വയർഡ്, എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് മെമ്പർ കൺട്രീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആര് പ്രൊവൈഡ് ചെയ്യും? IMF പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എങ്ങനെയൊക്കെയാണ്? ത്രൂ ക്വാട്ട സിസ്റ്റം ഉണ്ടാവും. അതായത് BOP-യിലുള്ള പ്രോബ്ലംസ്, ഡെഫിസിറ്റ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ക്വാട്ട സിസ്റ്റം ഉണ്ടാവും. അത് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ മെമ്പർ കൺട്രിക്കും ഓരോ ക്വാട്ടയുണ്ട്. അതായത് ഓരോ എല്ലാ കൺട്രീസിനും ഒരു ക്വാട്ടയുണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്. അത്രയും ലോണ് ആര് കൊടുക്കും? IMF കൊടുക്കും. ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ടാവും. എല്ലാ കൺട്രീസിനും ഇത്ര എമൗണ്ട് എന്ന എന്ത് നിശ്ചയിച്ചിട്ടുണ്ട്? ലോൺ എമൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കൊടുക്കും. എപ്പോഴാണ് ആവശ്യമുള്ളത് അത് കൊടുക്കും. നമ്മൾ അത് തിരിച്ചടയ്ക്കണം കൺട്രീസ്. അങ്ങനെ, മനസ്സിലായോ? അപ്പൊ അത് ക്വാട്ട സിസ്റ്റം ആണ്. അത് അങ്ങനെയാണ്, ഒരു ക്വാട്ട ഉണ്ട്. ഇനി അതേപോലെ തന്നെ BOP-യിലുള്ള ഡെഫിസിറ്റ് ക്ലിയർ ചെയ്യാനും ലോൺ ആയിട്ട് കൊടുക്കും. ഈ BOP-യിൽ ഡെഫിസിറ്റ് വരുമല്ലോ, ആ സമയത്ത് പ്രോബ്ലം വരുന്ന സമയത്തും അതിനും ലോൺ കൊടുക്കും. ഓക്കെ, അത് കൂടാതെ ഇനിയിപ്പം IMF-ന്റെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒരു കോട്ട നിശ്ചയിച്ചിട്ടുണ്ടാവുക. ആ കോട്ട വഴി എത്രയാണോ ആ കോട്ടയിൽ പറഞ്ഞിരിക്കുന്ന ആ എമൗണ്ട് ഓരോ കൺട്രിക്കും ലോൺ കൊടുക്കും. ഇനി അത് കൂടാതെ ചില കൺട്രീസ് കൂടുതൽ സഫർ ചെയ്യുന്നുണ്ടാവും അല്ലെ. അങ്ങനെ സഫർ ചെയ്യുമ്പോൾ കുറച്ച് എക്കണോമിക്കലി സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്നും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നേടിയെടുത്തിട്ട് അതിനുശേഷം അത് ഈ വീക്ക് ആയിട്ടുള്ള കൺട്രീസിന് കൊടുക്കാൻ ശ്രമിക്കും. അങ്ങനെ അത് ഏതൊക്കെ രീതിയിലാണെന്ന് അറിയാവോ? ന്യൂ അറേഞ്ച്മെന്റ്സ് ഓഫ് ബോറോ NAB, അങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഉണ്ട്. ഓക്കെ, അതായത് ഈ സ്ട്രോങ്ങസ്റ്റ് ഫിനാൻഷ്യലി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസിൽ കയ്യിൽ നിന്നും വീക്ക് ആയിട്ടുള്ള കൺട്രീസിന് വേറെ ലോൺ അറേഞ്ച് കൊടുക്കുക. ഈ കോട്ട കഴിഞ്ഞു കഴിയുമ്പോൾ ചില കൺട്രീസ് ഒക്കെ കോട്ട വാങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. എത്ര കോട്ട ലോൺ ഉണ്ടോ അത് മുഴുവൻ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ടും അവർക്ക് പ്രോബ്ലം വരികയാണെങ്കിൽ ഇങ്ങനെ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസ്
നിന്നും വീക്ക് ആയിട്ടുള്ള കൺട്രീസിലേക്ക് ലോൺ കൊടുക്കും. അത് ഈ രീതിയിലാണ്. ഇങ്ങനെയാണ് ന്യൂ അറേഞ്ച്മെന്റ്സ് ഓഫ് ബോറോ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതേപോലെ തന്നെ ജനറൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ബോറോ എന്ന് പറയുന്ന അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ അങ്ങനെ ഒരു നിയമം അവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഏതെങ്കിലും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്നും ഫണ്ട് അറേഞ്ച് ചെയ്ത് എങ്ങോട്ടേക്ക് കൊടുക്കാറുണ്ട്? വീക്ക് ആയിട്ടുള്ള കൺട്രീസ്, ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള കൺട്രീസിന് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ്. മെമ്പർ കൺട്രീസിന് ആവശ്യമുള്ളപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ബാങ്ക് പോലെ തന്നെ. മനസ്സിലായോ? ഒരു കോട്ടയുണ്ട്, ഓരോ കൺട്രിക്കും ഇത്ര എന്ന് കോട്ട നിശ്ചയിച്ചിട്ടുണ്ടാവും. കോട്ട പറഞ്ഞ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു അളവ് കേട്ടോ. അതിനനുസരിച്ച് കൊടുക്കും. BOP-യിൽ ഡെഫിസിറ്റ് വരുന്ന കൺട്രീസിനെ പ്രത്യേകം സഹായിക്കാൻ ലോൺ കൊടുക്കും. ഓക്കെ, അതേപോലെ തന്നെ ലോണ് എന്തിപ്പം കോട്ട കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്നും വീക്ക് ആയിട്ടുള്ള കൺട്രീസിലേക്ക് ഫണ്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അതിനുള്ള രണ്ട് കാര്യങ്ങളാണ് ന്യൂ അറേഞ്ച്മെന്റ്സ് ഓഫ് ബോറോ, അതേപോലെ തന്നെ ജനറൽ അറേഞ്ച്മെന്റ്സ് ഓഫ് ബോറോ, GAB, NAB-യും GAB-യും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ടെക്നിക്കൽ അസിസ്റ്റൻസ് അല്ലെ. എന്താണ് ടെക്നിക്കൽ അസിസ്റ്റൻസ്? സാങ്കേതികപരമായിട്ടുള്ള സഹായം. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കാം. ടു സ്ട്രെങ്തൻ ദെയർ കപ്പാസിറ്റി, അതായത് ഓരോ കൺട്രീസിന്റെ കപ്പാസിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെ, ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താനായിട്ട് എന്ത് കൊടുക്കുന്നു? എന്താ കൊടുക്കുന്നത്? ടെക്നിക്കൽ അസിസ്റ്റൻസ്, സാങ്കേതിക സഹായം കൊടുക്കുന്നു. ഓക്കെ, അതേപോലെ ഹ്യൂമൻ സ്കിൽസ് ആയിട്ടും സാങ്കേതിക സഹായം കൊടുക്കും അല്ലെ. ഹ്യൂമൻ സ്കിൽ ഉണ്ടാക്കിയെടുക്കുക, ജനങ്ങൾക്ക് സ്കിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ്, അതിനുള്ള സഹായം. ഓക്കെ, അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാങ്കേതിക സഹായം. അതുപോലെ പ്രൊവൈഡിങ് മെഷീനറീസ്, പലതരത്തിലുള്ള മെഷീനറീസ്. ഓക്കെ, അപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും സ്കിൽ ഉണ്ടാക്കിയെടുക്കാനും കപ്പാസിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റിയും എല്ലാ കൺട്രീസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റിയും അതേപോലെ എല്ലാം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സഹായം, സാങ്കേതിക സഹായം ചെയ്യുന്നു. ഓക്കെ, അത് മെഷീനറീസും പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ടെക്നിക്കൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ടെക്നിക്കൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് ടു സ്ട്രെങ്തൻ ദയർ കപ്പാസിറ്റി, ഓരോ മെമ്പർ കൺട്രിയുടെ കപ്പാസിറ്റി സ്ട്രെങ്തൻ ചെയ്യാനാണ്. അതുപോലെ എന്ത് ഇംപ്രൂവ് ചെയ്യിക്കാൻ? ഹ്യൂമൻ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യിക്കാൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, അതേപോലെ തന്നെ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യും? മെഷീനറീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായല്ലോ? അതാണ് ടെക്നിക്കൽ അസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് വൺ, ഇനി നമുക്ക് ഒന്ന് രണ്ട് പോയിന്റ്സ് ഉള്ളു പറയാൻ. അപ്പൊ ഈ മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും ഫംഗ്ഷൻസിൽ പറയാനുള്ളത്. ഇനി എന്താ ചെയ്യുന്നത്? അഡ്വൈസിങ് മെമ്പർ കൺട്രീസ് എന്താണ് എക്കണോമിക് ആൻഡ് മോണിറ്ററി മാറ്റേഴ്സ്. ഈ എന്താണ് ഈ മെമ്പർ കൺട്രീസിനെ അഡ്വൈസ് ചെയ്യുന്നു. ഏതൊക്കെ മാറ്റേഴ്സിൽ? ഇൻ എക്കണോമിക് ആൻഡ് മോണിറ്ററി മാറ്റേഴ്സ്, സാമ്പത്തികപരമായിട്ടുള്ളതും അതേപോലെ തന്നെ എക്കണോമിക് അല്ലെ, അതുപോലെ പണപരമായിട്ടുള്ള കാര്യം, സമ്പദ് വ്യവസ്ഥയെ കുറിക്കുന്ന കാര്യങ്ങളും പണപരമായിട്ടുള്ള കാര്യങ്ങളും, അങ്ങനെ എല്ലാ തരത്തിലുള്ള കാര്യത്തിലും അഡ്വൈസസ് കൊടുക്കുന്നു. ആരാണ്? IMF. അപ്പം ഒരു അഡ്വൈസറി ബോഡി കൂടിയാണ് ആരെന്ന് പറയുന്നത്? IMF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് പറയുന്നത്? അഡ്വൈസിങ് മെമ്പർ കൺട്രീസ് ഇൻ എക്കണോമിക് ആൻഡ് മോണിറ്ററി മാറ്റേഴ്സ്, സമ്പദ് വ്യവസ്ഥയെ കുറിച്ചും അതേപോലെ മോണിറ്ററി പണപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഇതിനെല്ലാം നല്ല ഉപദേശം അല്ലെ, നല്ല രീതിയിലുള്ള ഉപദേശം ആര് കൊടുക്കുന്നു? IMF കൊടുക്കുന്നു. അതും ഒരു ഫംഗ്ഷൻ ആണ്. അതേപോലെ തന്നെ ഇറ്റ് പ്രൊമോട്ട്സ് ഓർഡർലി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്സ് ടു പ്രൊമോട്ട് എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പം ഇത് എന്തുണ്ടാക്കും? ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടാക്കും എക്സ്ചേഞ്ച് റേറ്റിൽ. കാരണം എന്ത് ക്രിയേറ്റ് ചെയ്യാൻ? എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ. കാരണം നമുക്കറിയാം ഈ എക്സ്ചേഞ്ച് റേറ്റ്സ്, അതായത് എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി ട്രാൻസ്ഫർ ടു അനദർ. ഒരു കറൻസി ഇനിയൊരു കറൻസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റേറ്റ് ആണ് എക്സ്ചേഞ്ച് റേറ്റ്. ഈ എക്സ്ചേഞ്ച് റേറ്റിൽ എപ്പോഴും സ്റ്റേബിൾ അല്ല അല്ലെ, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലെ. എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നില്ലേ. അപ്പം അതിൽ സ്റ്റെബിലിറ്റി വരുത്താൻ ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് എക്സ്ചേഞ്ച് റേറ്റ്സിനകത്ത് ആര് കൊണ്ടുവരുന്നു? IMF കൊണ്ടുവരുന്നു. ഓക്കെ, എന്ത് ക്രിയേറ്റ് ചെയ്യാൻ? എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം എന്താണ് പറഞ്ഞത്? ഇറ്റ് പ്രൊമോട്ട്സ് ഓർഡർലി അഡ്ജസ്റ്റ്മെന്റ് ഓർ അറേഞ്ച്മെന്റ് ഓഫ് എക്സ്ചേഞ്ച് റേറ്റ്സ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി. എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി, എക്സ്ചേഞ്ച് റേറ്റിൽ ഒരു സ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഓർഡർലി അഡ്ജസ്റ്റ്മെന്റും അറേഞ്ച്മെന്റും ആര് കൊണ്ടുവരുന്നു? IMF കൊണ്ടുവരുന്നു. കൺട്രോൾ ചെയ്യും. അതായത് ഒരു ഇതും ഇല്ലാതെ ഇങ്ങനെ എക്സ്ചേഞ്ച് റേറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നത് കൺട്രോൾ ചെയ്യും ആര്? IMF. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഫംഗ്ഷൻസ്? സർവൈലൻസ്, അതിനകത്ത് ക്ലോസ്ലി എക്കണോമിക് ഡെവലപ്മെന്റ് വാച്ച് ചെയ്യുകയും അതിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയും പോളിസീസ് പറഞ്ഞു കൊടുക്കുകയും ബുക്സ് അതിനെ കുറിച്ച് ആ ഡീറ്റെയിൽസ് ഓരോ കൺട്രീസിന്റെയും എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ച് പബ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, ലോൺ പ്രൊവൈഡ് ചെയ്യുക, ബാങ്ക് തന്നെ അത്. ഓക്കെ, ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻസ്, ടെക്നോളജീസും അത് പ്രൊവൈഡ് ചെയ്യുക, മെഷീനറീസ്. ദെൻ അഡ്വൈസിങ്, മെമ്പർ കൺട്രീസിനെ അഡ്വൈസ് ചെയ്യുന്നു എക്കണോമിക് ആൻഡ് മോണിറ്ററി മാറ്റേഴ്സിൽ. അതേപോലെ തന്നെ ഓർഡർലി അറേഞ്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നു, അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? എക്സ്ചേഞ്ച് റേറ്റിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ.
ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻസ്. മെയിൻ ആയിട്ട് നല്ല ഏകദേശം കവറായി, മനസ്സിലായി. ഒരുപാട് അങ്ങനെ എലോബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലുള്ള ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും മതി. ഒരു എസ്സേ ടൈപ്പിൽ നിങ്ങൾക്ക് അല്ലെ, നിങ്ങൾക്ക് അത് ഉൾക്കൊണ്ട് പഠിച്ച് ശരിക്കും എഴുതാൻ പറ്റുന്നത് ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെച്ച് നീട്ടി ഞാൻ പോയിട്ടില്ല. അപ്പൊ എന്താ ഇതിന് എല്ലാം ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും എല്ലാ പ്രധാനപ്പെട്ട എല്ലാം IMF-മായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഒരു 2-3 പ്രാവശ്യം ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ട് ഒന്ന് എഴുതി നോക്കുക. ഈസി ആണെന്ന് ഞാൻ വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഈസി ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ. ഇതേപോലെ എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. അപ്പം എൻ്റെ കയ്യിൽ മെറ്റീരിയൽസ് ഇല്ലാത്തത് കൊണ്ടും അതേപോലെ റിക്വസ്റ്റ് ഇങ്ങനെ 1 by 1 വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യാൻ ലേറ്റ് ആവുന്നത്. അപ്പം മാക്സിമം ട്രൈ ടു ഇഗ്നോർ ഇറ്റ്. ഓക്കെ ദെൻ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ഇറ്റ്സ് മീ പ്രിയ ഹരിപ്രസാദ്. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.